2026 ജനുവരിയിലെ BSNL റീചാർജ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്ലാൻ 99 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 14 ദിവസമാണ്. ഈ 14 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഈ 14 ദിവസത്തിനും കൂടി നമുക്ക് ആകെ ലഭിക്കുന്നത് 50 MB ഡാറ്റയാണ്. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ SMS വരുന്നില്ല. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ അതിനുവേണ്ടി ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 7 രൂപ 7 പൈസയാണ്. BSNL പ്ലാൻ 107 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 22 ദിവസമാണ്. 22 ദിവസത്തിന് കൂടി നമുക്ക് ആകെ ലഭിക്കുന്നത് 200 മിനിറ്റ് കോളുകളാണ്. അതുകൂടാതെ നമുക്ക് 3 GB ഡാറ്റയും ലഭിക്കുന്നുണ്ട്. പ്രത്യേകം ഓർക്കുക, പ്രതിദിന ലിമിറ്റുകളില്ലാതെ ആകെ നമുക്ക് ലഭിക്കുന്നത് 3 GB ഡാറ്റയാണ്. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ SMS വരുന്നില്ല. നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പ്ലാനിന് വേണ്ടി ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 4 രൂപ 86 പൈസയാണ്. ഒരുപാട് കോൾ ചെയ്യുകയും ഒരുപാട് ഡാറ്റ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്ലാനല്ല. സെക്കൻഡറി സിമ്മായിട്ട് BSNL സിം ഉപയോഗിക്കുന്നവർക്കും അതുപോലെ ഇൻകമിങ്ങിന് വേണ്ടി സിം വെക്കുന്നവർക്കും പറ്റിയൊരു പ്ലാനാണിത്. BSNL പ്ലാൻ 147 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 24 ദിവസമാണ്. 24 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. 24 ദിവസത്തിനോട് നമുക്ക് ആകെ ലഭിക്കുന്നത് 5 GB ഡാറ്റയാണ്. പ്രത്യേകം ഓർക്കുക, പ്രതിദിന ലിമിറ്റുകളില്ലാതെ 24 ദിവസത്തിനു കൂടി നമുക്ക് ലഭിക്കുന്നത് 5 GB ഡാറ്റയാണ്. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ SMS വരുന്നില്ല. നമ്മൾ ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ പ്ലാനിന് വേണ്ടി ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 12 പൈസയാണ്. BSNL പ്ലാൻ 153 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 24 ദിവസമാണ്. 24 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 1 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 37 പൈസയാണ്. BSNL പ്ലാൻ 197 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 42 ദിവസമാണ്. ഈ 42 ദിവസത്തിനും കൂടി നമുക്ക് ആകെ ലഭിക്കുന്നത് 300 മിനിറ്റ് കോളുകളാണ്. ആകെ നമുക്ക് 42 ദിവസത്തിനും കൂടി 4 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. പ്രതിദിന ലിമിറ്റുകളില്ലാതെ ഈ 4 GB നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകം ഓർക്കുക, ഈ പറഞ്ഞ 42 ദിവസത്തിനും കൂടി 300 മിനിറ്റ് കോളുകളും 4 GB ഡാറ്റ മാത്രമാണ് ലഭിക്കുന്നത്. BSNL പ്ലാൻ 199 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം 2 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം 100 SMS വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാനിന് വേണ്ടി ഒരു ദിവസം ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 7 രൂപ 10 പൈസയാണ്. BSNL പ്ലാൻ 225 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 3 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 7 രൂപ 50 പൈസയാണ്. BSNL പ്ലാൻ 229. ഈ പ്ലാൻ 229 എന്ന് പറയുന്നത് 1 മന്ത് വാലിഡിറ്റിയുള്ള ഒരു പ്ലാനാണ്. അതായത് നമ്മളിപ്പം ജനുവരി 1 റീചാർജ് ചെയ്താൽ അടുത്ത ഫെബ്രുവരി 1 റീചാർജ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ന് റീചാർജ് ചെയ്യുന്നു അതേ കലണ്ടർ ഡേയിൽ തന്നെ നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ട് ഈ പ്ലാൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ 229 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാസം അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരാശരി ഈ ഒരു പ്ലാനിന് വേണ്ടി ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 7 രൂപ 63 പൈസയാണ്. BSNL പ്ലാൻ 247 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. നമുക്ക് ഈ 30 ദിവസത്തിനും കൂടി പ്രതിദിന ലിമിറ്റുകളില്ലാതെ 50 GB ഡാറ്റ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത. നമുക്ക് ടോട്ടൽ ഒരു 50 GB കിട്ടും. പെർ ഡേ ലിമിറ്റുകളില്ല. നമുക്ക് ഈ 50 GB 30 ദിവസം ഇഷ്ടം പോലെ ഇഷ്ടമുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ലഭിക്കും. നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി ഒരു ദിവസം ചിലവാകുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 8 രൂപ 24 പൈസയാണ്. BSNL പ്ലാൻ 299 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 3 GB ഡാറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ പ്ലാനിന് വേണ്ടി ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 9 രൂപ 96 പൈസയാണ്. BSNL പ്ലാൻ 319 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 60 ദിവസമാണ്. ഈ 60 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ആകെ നമുക്ക് 10 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. പ്രത്യേകം ഓർക്കുക,
പ്രതിദിന ലിമിറ്റുകളില്ലാതെ നമുക്ക് ഈ പ്ലാനിൽ ആകെ ലഭിക്കുന്ന 10 GB ഡേറ്റയാണ്. 60 ദിവസത്തേനും കൂടി 10 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. ഈ ഒരു പ്ലാനിനൊപ്പം നമുക്ക് ഒരു ദിവസം 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഈ പ്ലാനിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 5 രൂപ 31 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 347. 347 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 50 ദിവസമായിരിക്കും. ഈ 50 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 2.5 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ 347 രൂപ റീചാർജ് ചെയ്താൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 94 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 439. 439 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 80 ദിവസമായിരിക്കും. നമുക്ക് 80 ദിവസവും അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാനിൻ്റെ കൂടെ ഡാറ്റ വരുന്നില്ല. ഇതൊരു കോളിംഗ് ഓൺലി പ്ലാനാണ്. ഈ 80 ദിവസത്തേനും കൂടി നമുക്ക് 300 SMS ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ പ്ലാനിന് വേണ്ടി ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 5 രൂപ 49 പൈസ ആയിരിക്കും. പ്രത്യേകം ഓർക്കുക, ഇത് കോളിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു പ്ലാനാണ്. ഇതിനൊപ്പം ഡാറ്റ വരുന്നില്ല. BSNL പ്ലാൻ 485. 485 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 72 ദിവസമാണ്. ഈ 72 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 2.5 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ 485 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്താൽ ഒരു ദിവസം നമ്മൾ ഈ പ്ലാനിന് വേണ്ടി ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 73 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 599. 599 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 70 ദിവസമായിരിക്കും. 70 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 3 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്താൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 8 രൂപ 56 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 897. 897 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 165 ദിവസമായിരിക്കും. ഈ 165 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ നമുക്ക് 24 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, പ്രതിദിന ലിമിറ്റുകളില്ലാതെ ഈ പറഞ്ഞ 165 ദിവസത്തേനും കൂടി നമുക്ക് ലഭിക്കുന്നത് 24 GB ഡേറ്റ മാത്രമാണ്. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 5 രൂപ 43 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 997. 997 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 180 ദിവസമായിരിക്കും. ഈ 180 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഒരു ദിവസം നമുക്ക് 2 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 64 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 1499. 1499 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 300 ദിവസമായിരിക്കും. ഈ 300 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. നമുക്ക് ഈ 300 ദിവസത്തേനും കൂടി ആകെ നമുക്കൊരു 32 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, പ്രതിദിന ലിമിറ്റുകളില്ലാതെ ആകെ നമുക്ക് ലഭിക്കുന്നത് 32 GB ഡേറ്റ മാത്രമാണ്. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 4 രൂപ 99 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 1999. 1999 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 330 ദിവസമായിരിക്കും. ഈ 330 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 1.5 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 6 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 2399. ഒരു വർഷം വാലിഡിറ്റിയുള്ള BSNL പ്ലാനാണ് 2399 എന്ന് പറയുന്നത്. ഈ 2399 രൂപ റീചാർജ് ചെയ്താൽ നമുക്ക് 365 ദിവസം വാലിഡിറ്റി ലഭിക്കും. ആ 365 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 2.5 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 57 പൈസ ആയിരിക്കും. BSNL പ്ലാൻ 2799. 2799 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 365 ദിവസമായിരിക്കും. ഇതൊരു വർഷം വാലിഡിറ്റിയുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ 2799 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ഈ 365 ദിവസവും അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ഒരു ദിവസം നമുക്ക് 3 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 100 SMS വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് 7 രൂപ 66 പൈസ ആയിരിക്കും.